നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ, പൈസ നല്ല വലുത്, എന്നാ സ്നേഹാണ്, പൈസ തന്നെ വലുത്. ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക, സ്നേഹമൊക്കെ വരും. മറ്റേതിങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു നിങ്ങളുടെ ലൈഫ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നു. അതായത് ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഹംസപ്പ അതെ, അത് ശരിക്കും ഒറിജിനൽ വയറായിരുന്നു. അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഹംസപ്പാനെ സെലക്ട് ചെയ്തത്. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി, അരി ഇത് അരിന്റെ പേരാവില്ല, വേറെ എന്തിന്റെയും പേര് ലാസ്റ്റ് ഒരു അരിന്നുണ്ടാവും. സുന്ദരി. ഒരിക്കലും പറക്കാത്ത കാക്ക, മലപ്പുറത്തിന്റെ ഒരു കാക്കയാണ്. ഇയാള് പറക്കും. ഈ ഫാറൂഖ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഫാറൂഖും ഇല്ല. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് കടയിൽ പോട്ടർമാരായിരുന്നു വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലാലാ മലപ്പുറം ചാനൽ ഹിറ്റായതിനു ശേഷം അവര് ചെയ്യുന്ന കണ്ടന്റുകൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ബോക്സിൽ എന്താ വേഷം തന്നെ എടുത്ത് വലിച്ചു പറഞ്ഞില്ലേ. ഇപ്പൊ ഞങ്ങള് ഫ്രഷ് കണ്ടന്റ് ഇട്ടാലും കോപ്പി എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഫ്രഷുകൾ നല്ലോണം ഇട്ടിട്ട് ഇവര് ചിലതിന് സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 കോപ്പി വീഡിയോ ഇടും. കുറെ ആൾക്കാർ കോപ്പി എന്ന് പറയാനേലും ഒരു കമന്റിൽ വന്നല്ലോ, കമന്റ് ചെയ്യണതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ റീച്ച് കൂടും. ഫറൂഖിന്റെ വൈഫിനെ കാണിക്കാൻ കുറെ കമന്റ്സ് വരാറുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല, ഞങ്ങളെ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അല്ലാതെ വീട്ടിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക. ഞങ്ങൾ സത്യത്തില് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ അരി ഇറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുറച്ചു നേരം ഇറക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് ആ 5 മിനിറ്റ് റെസ്റ്റിലാണ് ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്യുന്നത്. എന്താ ആരും അറിയാത്ത ഒരു പടത്തില് ചെറിയൊരു സീൻ അഭിനയിച്ചു പോകുന്നു. ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാലും മാനക്കേടാണ്. കാരണം വെറുതെ 3 ദിവസമൊക്കെ വന്ന് പോവാണ്. നല്ല പടങ്ങൾ തന്നെ ഇപ്പോൾ ഏറി വന്ന ഒരാഴ്ച 2 ആഴ്ചയാണ് ഇപ്പോൾ ഓടുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 മാസം 3 മാസമൊക്കെ വെറുതെ എഫക്റ്റ് എടുക്കുക. അങ്ങനെ പറഞ്ഞു അന്നെ പണ്ട് തേച്ചിട്ട് പോയ കാമുകല്ല വരുന്നേ. അത്ര വലിയ മെയിൻറ്റെയിനും വേണ്ട. അതിലിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു പണക്കാരനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. നീയോ മുനീറേ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം മുനീറ. നിന്റെ മകൻ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ വന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാടാ എന്നൊക്കെ പറയുന്ന ഒരു അടാറ് യൂട്യൂബേഴ്സാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. മുനീർക്ക, ഫറൂഖ ആൻഡ് ഹംസപ്പ, വെൽക്കം. ഹംസപ്പയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൂടിയാണിത്. ഇപ്പം നിങ്ങളെ നോക്കുമ്പോഴാണെങ്കിലും 3 ഡിഫറെൻറ്റ് ഏജസ് ഉള്ള ആൾക്കാർ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ യുണൈറ്റ് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കോംബോ വന്നത്? ഞങ്ങൾക്ക് എന്തായാലും ഒരാള് അധികം ഞങ്ങള് വാപ്പ മകന് അല്ലെങ്കിൽ ഒരു പലരക്കടയത്തെ ആള്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഏജ്ഡ് ആയ ആള് അത്യാവശ്യമായിരുന്നു. അപ്പൊ ഞങ്ങള് വേഷം കെട്ടിയിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങള് വന്നെങ്കിൽ താടി മൂടിയൊക്കെ നിരപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യും. ലാലുണ്ടാവുമ്പോ ഓനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഒരാൾ അത്യാവശ്യമായിരുന്നു. ഇതാവുമ്പോ അതിന്റെ ആവശ്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതിന് വേണ്ടിയല്ലേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടി. അപ്പൊ ഇപ്പോഴാണെങ്കിൽ അതായത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഫണ്ണി വീഡിയോസ് ആണ്. അപ്പം ആദ്യം തന്നെ ഫസ്റ്റ് ഞാൻ ഒരു റൗണ്ടിലേക്കാണ് പോകുന്നത്. ഒരു കുസൃതി ചോദ്യം റൗണ്ടാണ്. അപ്പൊ നമുക്ക് പോയാലോ? റെഡിയല്ലേ? ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും എന്ത്? വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും ആയത് എന്ത്? ഭയങ്കര ആലോചന. കുസൃതി ചോദ്യമാണ്. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതും അല്ല. അതിലൊന്നും ഒരു കുസൃതി ഇല്ലല്ലോ. ഇതിത്തിരി കുസൃതിയുള്ള അല്ല. ഞാൻ എന്തായാലും തോറ്റു. പശു 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 അല്ല, പാല്. കറക്റ്റ് ആണ്. അപ്പോൾ 1 പോയിന്റ് അടിച്ചിട്ടുണ്ട്. വെളുക്കുമ്പോഴാണല്ലോ പശുവിനെ കറക്കുന്നത്. കറന്നു കഴിയുമ്പോൾ പാല് വെളുത്തിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി. അരി എനിക്ക് കുത്തരിയാണ് ഇഷ്ടം എന്നൊക്കെ ഹംസ പറയും. കുത്തരി മാത്രമല്ല, എന്താണ്? ഫറൂഖ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക.
സിമ്പിളാണ് ഉത്തരം. ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എന്തായിരിക്കും? പറഞ്ഞു കൊടുക്കുക, ഞാൻ നോക്കുന്നു. അതെ, എങ്ങനെയാ ഇത് അരിന്റെ പേരാവൂല, അതെ, വേറൊരു സാധനത്തിന്റെ പേരാകാം. അതാണ് ഉണ്ടാവുക. ആണുങ്ങൾക്ക് നമ്മള് വെറും അരിമക്ക് മാത്രം ചിന്തിക്കും. ആണുങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേറെ എന്തിന്റെയും പേര് ലാസ്റ്റ് ഒരു അരിന്നുണ്ടാവും, അത് വന്നാണ് പിടിച്ച് കയറി വന്നു. സുന്ദരി. കറക്റ്റ്, ക്ലൂ ഇട്ട് തന്നു ഫറൂഖ. അടുത്തത്, ഒരിക്കലും പറക്കാത്ത കാക്ക. മലപ്പുറം കാക്ക. മലപ്പുറം കാക്ക പറക്കാറില്ലേ? മലപ്പുറത്തിന്റെ ഒരു കാക്കയാണ് ഇയാള് പറക്കും. അതെ, കറക്റ്റ് ആണ്. ഇക്കാക്ക, അതെ, ഹംസക്കയാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന തല. അജിത്ത്. കുസൃതി ചോദ്യമാണ്. ഉത്തരാണല്ലോ. അതെ, എല്ലാവരും ബഹുമാനിക്കുന്ന തല. പറഞ്ഞാണ് വൈവില്ല. എല്ലാവരും ബഹുമാനിക്കുന്ന തല എന്തിനായിരിക്കും? പറയട്ടെ. ചുമതല. കാണാൻ പറ്റാത്ത നാവ്. കാണാൻ പറ്റത്തില്ല, നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മളൊക്കെ കാണാറുണ്ട്, ഒരുപാട് കാണാറുണ്ട്. എനിക്ക് തല പോക്കണ ഇഷ്ടല്ല, അല്ലെ തന്നെ കണ്ടന്റ് ആലോചിച്ചിട്ട്. കിനാവാണ്. അപ്പം ഗംഭീരമായിട്ട് കളിച്ചു, കുറച്ച് ഉത്തരങ്ങളൊക്കെ ശരിയാക്കി. അപ്പം അതായത് ഇപ്പം നിങ്ങളുടെ ഇപ്പം വീഡിയോസ് ആണെങ്കിലും ഞാനിപ്പോൾ ഈ കുസൃതി ചോദ്യം ഇടാൻ കാരണമാണെങ്കിലും എന്താണെന്നോ, കാരണം ഓരോ ദിവസവും ഓരോ ഫ്രഷ് കണ്ടന്റുകളാണ്, ഡെയിലി. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എങ്ങനെയാണ് ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരുന്നത്? ആക്ച്വലി ഇത് എന്താ സംഭവിക്കണാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ കണ്ടന്റ്, നാളേക്കുള്ള കണ്ടന്റ് ചിലപ്പോ ഇങ്ങനെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് വരിക. ആരേലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ അവര് ചിലപ്പോ ചളിയായിട്ട് അടിച്ച് വിറ്റാണെങ്കിലും അത് കുറച്ചായി കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി വിറ്റാവും. പിന്നെ ഇങ്ങനെ ചായക്കടയിൽ ഇരിക്കുന്ന ആൾക്കാരെ വായിന്ന് വരുന്ന അത്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുക. കൂടുതൽ ഫ്രണ്ട്സുകളുടെ കൂടെ നമ്മൾ ഒരു ദിവസം ഒന്ന് പോയി ഇരുന്നാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് കിട്ടും. അപ്പം ഹംസപ്പ, ഫസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കുറച്ചായി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ. അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒക്കെ നല്ല ഇതിലാണ്. എന്തുണ്ടെങ്കിലും ഫാറൂഖ് വിളിക്കും, മൊയ്യർ വിളിക്കും, എന്ത് പരിപാടി കണ്ടന്റ് എടുക്കുക, എവിടെ കണ്ടാലും ഹംസപ്പാനെ തിരിച്ചറിയും. അതൊക്കെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോഴേ ആൾക്കാര് ചെറിയ കുട്ടികളൊക്കെ പേരെടുത്തിട്ടാ വിളിച്ച എനിക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ട്, അതായത് ഹംസപ്പ ജോയിൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആയിരുന്നു, എല്ലാ ഷോർട്സും വീട്ടിലേക്കായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പില്ലറിന്റെ പുറകില്, അതായത് ഒരു മാജിക് കാണിച്ചു കഴിഞ്ഞപ്പോ ഹംസപ്പ, അതെ, അത് ശരിക്കും ഒറിജിനൽ വയറായിരുന്നു. ഞങ്ങള് എന്താ നെസ്റ്റോന്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോഴും ഇയാള് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആൾക്കാർ വിചാരം വല്ല തലേണ എന്തേലും കെട്ടിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഒറിജിനൽ തന്നെയാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഹംസപ്പാനെ സെലക്ട് ചെയ്തത്. ആദ്യം ഹംസപ്പന്റെ വയറൊക്കെ നോക്കിയിട്ടാണ്. കമന്റിൽ പറയുന്നുണ്ട്, എന്താ വയറുകൊണ്ട് രക്ഷപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഹംസപ്പ. അത് വെച്ചിട്ട് ഒരുപാട് കണ്ടന്റുകൾ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ഇതുവരെ, അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചാനൽ തുടങ്ങും, എല്ലാം ഒരു സ്ട്രഗിളിൽ നിന്ന് തുടങ്ങിയൊരു ടീമാണ്. അപ്പം ഇപ്പം 0 to ഈ ഒരു ഇപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു ജേണി ആലോചിക്കുമ്പോൾ എത്രമാത്രം എങ്ങനെ ആയിരുന്നു ആ ഒരു ജേണി? ഇപ്പൊ എന്തായാലും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചു. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിലൊക്കെ പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ അത്യാവശ്യം നമ്മളിങ്ങനെ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുവല്ലോ, പൈസ നല്ല വലുത്, ഈ സ്നേഹാണ്, ആരോഗ്യവും പൈസയും ഉണ്ടെന്നുണ്ടെങ്കിലേ ഭൂമിയിൽ അടിപൊളിയായിട്ട് ജീവിക്കുക, സ്നേഹമൊക്കെ വരും. മറ്റേതിങ്ങനെ സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ കൊള്ളാം, അല്ലാതെ 10 പൈസ ഒക്കെ കൊള്ളൂല, ചില പൈസ തന്നെ വേണം. അപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താ ഭാര്യ പ്രസവിച്ചപ്പോഴൊക്കെ ഒരു ടെൻഷനും ഇല്ല, കാരണം നമ്മളെ അടുത്ത് പൈസ ഉണ്ട്. അപ്പൊ പൈസ ഉണ്ടാവുകൊണ്ടാണ് ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മാറും. ചില കാര്യങ്ങൾക്ക് ചിലപ്പോ പൈസ ഇല്ലാത്ത സ്നേഹം ഉണ്ടാവില്ല എന്നല്ലേ പറയണേ. പൈസക്ക് പൈസ തന്നെ വേണം. അപ്പോൾ ഈ ഒരു, അതായത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു ആ ഒരു? സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നു, അന്നും അടിപൊളിയാണ്. അന്നത്തേതായ രീതിയിൽ അടിപൊളിയായിട്ട് പോവായിരുന്നു. പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഗൾഫിലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഞങ്ങളെ ഈ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ എൻജോയ്മെന്റ്.
അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരാളേക്ക് 500 വാങ്ങും, എന്നിട്ട് ഇവനിക്ക് കൊടുക്കണമെങ്കിൽ വേറെ ആളേക്ക് വാങ്ങിയിട്ട് ഇവനിക്ക് കൊടുക്കും. അങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നടക്കാറ്. രാവിലെ നീക്കുമ്പോ റബ്ബേ ഇനിയിപ്പോ ഇന്നത്തെ മറ്റവന്റെ പൈസ എങ്ങനെ കൊടുക്കും, അങ്ങനത്തെ ഒരു കാലമായിരുന്നു. ഇപ്പോ അങ്ങനത്തെ കടങ്ങളൊക്കെ വേടിയിട്ട് ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ സമാധാനമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും നിങ്ങളുടെ ഇത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങളുടെ വീഡിയോസ് തൊട്ടാണ് ഈ ചെങ്ങായിമാര്, മലപ്പുറം ചെങ്ങായിമാർ എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കണേ എന്നൊക്കെ നമ്മൾ ഓർക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എങ്ങനെ ആയിരുന്നു നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്തിരുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു നിങ്ങളുടെയൊക്കെ? അതെന്താ വെച്ചാല് ഇപ്പൊ ഈ വീഡിയോന്റേതാണെങ്കിലും ഈ ഫാറൂഖ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനില്ലെങ്കിൽ ഫാറൂഖ് ഇല്ല. അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് കടയില് പോട്ടർമാരായിരുന്നു. വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വർത്താനൊക്കെ ഉണ്ടായിക്കുന്നല്ലാതെ, വർത്താനം മീൻസ് അങ്ങനെ വലിയ ഇതല്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിക്കുന്നല്ലാതെ അപ്പൊ തന്നെ ആ വർത്താനം അവിടെ കഴിയും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ രണ്ടാളും വേണമെന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതിൽ ബേസിൽ തന്നെ ഞങ്ങൾ എപ്പോഴും പോകുള്ളൂ. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഞങ്ങള് വീഡിയോ എടുക്കണമെങ്കിൽ ചിലപ്പോ ഞാൻ ഹംസപ്പി മാത്രം എടുക്കും, ചിലപ്പോ ഇവനും ഹംസപ്പി എടുക്കും, അല്ലെ ഇവന്റെ നാട്ടിലത്തെ ചെക്കന്മാരൊപ്പം എടുക്കും. അത് ഇവന് രാവിലെ നീക്കാൻ തന്നെ 10 മണിയാവും. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുക രാവിലെ 8 മണിക്കാണ് വീഡിയോ എടുക്കുക. 10 മണിയാകുമ്പത്തിന് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. 10 മണിക്ക് എണീറ്റ് വരുന്ന ആളെ ചിലപ്പോ വിളിക്കാൻ പറ്റാറില്ല എന്നൊക്കെ അല്ലേ? പക്ഷെ വൈകുന്നേരമൊക്കെയാണ് എടുക്കണെച്ചെങ്കിൽ ഇവനെ വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ. അവര് തമ്മിൽ യാതൊരു പ്രശ്നമല്ല. ഞാനിത് ശരിയില്ല, ഞാൻ തീരെ പ്രശ്നമല്ല, പ്രശ്നമില്ല, ഞാൻ തീരെ പ്രശ്നമില്ല. അതുപോലെ നിങ്ങളുടെ ഇപ്പൊ വീഡിയോസ് പ്രശ്നം ഉണ്ടാവാണ്ട് ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലെ കണ്ടന്റുകളാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ ഒരു കണ്ടന്റ്. അതായത് ഇപ്പോൾ 90s കിഡ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ സർക്കാർ ജോലിയുടെ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും എല്ലാം ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല, ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. കമന്റ് ബോക്സ് അത്തരത്തിലാണ്. കാരണം ഞങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കാര്യം, നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ലേ, അത് പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ തോന്നാറുണ്ടോ? ഞങ്ങള് ഫസ്റ്റ് വീഡിയോ ഇതേമാതിരി റിലേറ്റബിൾ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മളെ നാട്ടിലുണ്ടാവുന്ന സംഭവങ്ങൾ അതേ സാധനം പുറത്തുണ്ടാവുന്ന ഞങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അറിയില്ല. പിന്നെ ചെയ്ത് കമന്റുകൾ വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മളെ ഉണ്ടാവുന്ന അതേ സംഭവം അപ്പുറത്തും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോക്ക് പോകാൻ കാരണം പിന്നെ ഞങ്ങള് 90s കിഡ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളാണ് അധികം വീഡിയോസിൽ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ളതും, അതായത് നമ്മളെ അടുത്തുള്ള ആൾക്കാർ ചെയ്യണതും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം. അതായത് ഇപ്പൊ ഹംസപ്പാന്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടിലും വയസ്സിന് മൂത്ത ഒരാളാണ്. അപ്പൊ ആൾക്കുണ്ടായിട്ടുള്ള കോമഡികൾ പറഞ്ഞാല് ചിലപ്പോൾ ഞങ്ങളെക്കാട്ടിലും കോമഡി ആയിക്കാരം വരിക. മനസ്സിലായോ? അപ്പൊ അതൊക്കെ പാടെ ഞങ്ങൾ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യണേ. ചിലപ്പോ ആരോടെങ്കിലും ചോദിക്കും, എടാ ഇതേ സംഭവം അനക്കുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടാവും. നമ്മളേക്ക് മാത്രം സംഭവിച്ചാന്ന് കരുതണ കുറെ പൊട്ടത്തരങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും. അത് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ധൈര്യത്തോടെ ഇടും. അപ്പൊ കുറെ ആൾക്കാർ വരും, ആടാ ഇതന്നെ എനിക്കും സംഭവിച്ച്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നിങ്ങൾ 90s കിഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ 90s കിഡ്സ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ 90s കിഡ്സ് അങ്ങ് വീഡിയോസ് അവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. അപ്പം 90s കിഡ്സ് ആയതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ്? 90s കിഡ്സ് പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ആ സമയത്ത് മൊബൈൽ ഇല്ലാത്തൊരു കുട്ടിക്കാലം കിട്ടി, മൊബൈലിൽ കിട്ടി. അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലവ് ലെറ്ററിൽ എഴുതുന്ന ആ ഒരു പ്രണയം ഇതൊക്കെ ഏകദേശം ഒരു 10ാം ക്ലാസ് ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് അതും കിട്ടി. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ അങ്ങനെ ചെറിയ ഫോണുകളൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡിഗ്രിക്കൊക്കെ പഠിച്ചു. ഞാൻ പിന്നെ പഠിച്ചിട്ടില്ല, ഇവരൊക്കെ പഠിച്ചോളൂ. പിന്നെ നമ്മളൊരു 25 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോണിൽ കൂടി ഇല്ല മെസ്സേജ് അയച്ചിട്ടില്ല, രണ്ടും കൂടി മിക്സ് ആയി കിട്ടാനുള്ള ഭാഗ്യം കിട്ടി. ഇപ്പൊ ഇറങ്ങിയ ആൾക്കാർ അൺലിമിറ്റഡ് കോളൊക്കെ അല്ലേ അന്നത്തെ ടൈമിൽ? അൺലിമിറ്റഡ് കോളൊന്നും ഇല്ല, മിനിറ്റിന് എത്ര 10 പൈസ 20 പൈസ ആദ്യം ₹1 അങ്ങനത്തെ കാലങ്ങൾ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ നെറ്റ് റീചാർജ് ചെയ്യണ ₹29 അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഫോൺ വരുന്നതിന് മുമ്പ് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക, അങ്ങനത്തെ സംഭവം ഇപ്പൊ ഇല്ലല്ലോ. ഗ്രീറ്റിംഗ് കാർഡ് പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും നമ്മള് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ആ സംഭവങ്ങളൊന്നും ഇല്ല ഗ്രീറ്റിംഗ് കാർഡ് തന്നെ. പിന്നെ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിൽ ചാടാൻ പോവാ, കുളത്തേക്ക് ചാടുക, മാങ്ങ ഇറക്കാൻ പോവാ. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അതില്ലല്ലോ.
അപ്പൊ ആ ഒരു കാലഘട്ടം എന്താ അവിടുന്ന് ബാക്കിലുള്ള കാലഘട്ടം ഒക്കെ ഒരേപോലെ ആയിരുന്നു. അതായത് 80 ഇപ്പൊ ഹംസപ്പാന്റെ ചെറുപ്പത്തിലത്തെ കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇപ്പത്തെ ന്യൂ ജനറേഷന്റെ കാലഘട്ടം ഞങ്ങൾക്ക് കിട്ടി. അതാണ് 90 കിഡ്സിന്റെ പ്രത്യേകത. 3 കാലഘട്ടം കണ്ടു വളർന്നവരാണ് ഞങ്ങള്. അതാണതൊക്കെ. ഹംസപ്പ ഇപ്പൊ 90s കിഡ്സിന്റെ ഒക്കെ കാലം പറഞ്ഞു. അപ്പം ഹംസപ്പയുടെ ഒക്കെ ഒരു ചെറുപ്പകാലമൊക്കെ ആലോചിക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു? എന്റെ ഒക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടുള്ള കാലം. അങ്ങനത്തെ കാലം 70-ലൊക്കെ. 70-ലാണ് ജനിച്ചത്. പിന്നെ കുറച്ച് കാലം അന്നൊന്നും നമുക്കൊരു പുരോഗതി ഒന്നുമില്ല. പ്രേം നസീറിന്റെ ഒക്കെ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ ഫോണ് വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രമാരെ ഗൾഫ് പോയി ഫോണ് വരുന്നതിന് കിലോമീറ്ററോളം വിട്ടിട്ടാ വരിക. അപ്പൊ അവിടെ പോയി നിക്കണം. ഫോണ് അവിടെ വരുന്ന പറഞ്ഞിട്ട് അവര് ഇവിടെ വന്ന് ചിലപ്പോ ഇവിടെ വന്ന് പറയും, എന്നിട്ട് വീട്ടിൽ വന്ന് പറയും, എന്നിട്ട് ആ സമയത്ത് അവിടെ പോയിക്കണം. പിന്നെ ഞാൻ ഗൾഫ് പോയതിനു ശേഷം അവിടെ പോയിട്ട് നമ്മൾ കോയിൻസ് ഇട്ടിട്ട് അത് വരിക്ക് നിൽക്കണം. ബൂത്തിൽ പോയിട്ട് വരിക്ക് നിൽക്കണം. പിന്നെ അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ പോയിട്ട് ബൂത്തിൽ ഇങ്ങനെ കോയിൻസും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കണം, നാട്ടിൽ വിളിക്കണമെങ്കിൽ. പിന്നെ ആ സമയത്ത് വിളിക്കുമ്പോ ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ പിന്നെ ബാക്കിൽ പോയി നിൽക്കണം. എന്നിട്ട് പിന്നെ ആ വരിയിലും അതിന്റെ ഒപ്പം എന്നോട് പറഞ്ഞു ബൂത്ത് ഉണ്ടാവും. ആ ബൂത്തിൽ പോയിട്ട് കോയിൻസും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക ചെയ്യുക. എന്നിട്ട് അവിടുന്ന് വിളിച്ച് ചിലപ്പോ ഇവിടെ ചിലപ്പോ അടിക്കുണ്ടാവില്ല, അല്ലെങ്കിൽ ആളുണ്ടാവില്ല. എന്നിട്ട് പിന്നെ രണ്ടാവും. പിന്നെ ബാക്കിലത്തെ ആൾക്കാർ ചൂടാവൂലേ കുറെ നേരം നിന്നാല്. അങ്ങനെ പോയി. പിന്നെ പിന്നെ കത്തും ഒക്കെ എന്റെ പരിപാടി ഉണ്ടല്ലോ. കത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് നാട്ടിൽ നിന്നൊക്കെ അന്ന് കത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊലിവാണ്. കാരണം ഈ പോസ്റ്റിൽ ഇങ്ങനെ പോയി എന്നും നോക്കും ഏതൊരു കത്ത് വന്നിട്ടുണ്ടോ. പോസ്റ്റ് നമ്മളൊക്കെ തന്നെ ചാവി ഉണ്ടാകും. പോയിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കത്ത് കിട്ടും. പിന്നെ ഇപ്പൊ ഒക്കെ ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങളെ കാസറ്റില് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ചെറിയ കുട്ടിയാണ്. ഇപ്പൊ എന്തൊക്കെ ഉണ്ട്, സുഖം ഉണ്ടോ, ഇനി വരുമ്പോ വാക്ക്മാന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ചെറിയ ഇത് അത് കൊണ്ടുകൊണ്ടു ഇത് കൊണ്ടുകൊണ്ടു. പിന്നെ അതിന്റെ ഇടയിൽ ഇമ്മ വരും. ഇമ്മ പറയും വല്യമ്മ പൈസ അയക്കൊണ്ടു എന്ന് പറയും. അന്ന് വാട്സപ്പിൽ ഇങ്ങനെയാണ് വിട്ടാ പോണ സാധനം പിന്നെ അത് ഒരു മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തും. അവരത് ഇങ്ങനെ കുറെ കാലം കേട്ടിരിക്കും. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഹംസപ്പ ഇപ്പൊ വീഡിയോസിലൊക്കെ വരുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നാൽ ഇപ്പം കുട്ടികളടക്കം ഹംസപ്പനെ തിരിച്ചറിയുന്നു. അപ്പൊ ഇപ്പൊ മക്കളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം എങ്ങനെയാണ്? വളരെ സന്തോഷമാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം ഭയങ്കര സപ്പോർട്ടാണ്. 2 മക്കളുണ്ട്, 2 പെൺകുട്ടികളാണ്. പിന്നെ ഭാര്യ നല്ല ഫുൾ സപ്പോർട്ടാണ്. എന്ത് ഇപ്പൊ നമ്മള് പിന്നെ വേണ്ടാത്തല്ല നമ്മൾ വേഷത്തില് ഇതൊക്കെ നമ്മൾ ട്രൗസർ ഓട്ടോറിക്ഷ ഇറങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണ് എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് മക്കളെന്ന്. അതുപോലെ ഫറൂഖ എല്ലാവരും കമന്റ്സിൽ ചോദിക്കുന്നതാണ്, ഫറൂഖയുടെ വൈഫിനെ എന്താ കാണിക്കാത്തെ? അങ്ങനെ അതായത് എന്തിയെ അല്ലെ ഫറൂഖിന്റെ വൈഫിനെ കാണിക്കാൻ കുറേ കമന്റ്സ് വരാറുണ്ട് മിക്ക വീഡിയോസിനും. അപ്പൊ എന്താണ് ഫാമിലിനെ കാണിക്കാത്തത്? അവരെയും കൂടി വെറുതെ തെറി കളിപ്പിക്കണം. അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല അങ്ങനെ അങ്ങനത്തെ കമന്റ് വരും. പിന്നെ നീ ഫാമിലിനെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഞങ്ങളെ കണ്ടന്റിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അല്ലാതെ വീട്ടിലുള്ള ആൾക്കാരെ കാണിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ കമന്റുകൾ ഇങ്ങനെ വരും, നീ അങ്ങനെയല്ലേ റീച്ച് ഉണ്ടാക്കണേ, ഇങ്ങനെയല്ലേ റീച്ച് ഉണ്ടാക്കണേ. ചിലവർക്ക് സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവാതെ വരുമ്പോഴായിരിക്കും ഫാമിലിനൊക്കെ കാണിക്കുക. പിന്നെ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എന്തേലും അവൾക്ക് അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വന്നോട്ടെ. പക്ഷെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾക്ക് താല്പര്യം. പക്ഷെ ഓൾക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അതില് ഞാൻ ചില വീഡിയോ കൊളാബ് ചെയ്തിട്ട് ഇടുകയൊക്കെ ചെയ്യും. പ്രൈവറ്റ് അക്കൗണ്ട് ആണെന്നാലും 40K ഫോളോവേഴ്സൊക്കെ വെറുതെ വന്നിരിക്കണം. സ്വന്തം ഫോട്ടോ ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ല, ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫറൂഖയുടെ വൈഫിനെ. കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ചില വീഡിയോസിലൊക്കെ ഡബിങ് ആയിട്ടും അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ചില സൗണ്ട് ആയിട്ടൊക്കെ കാണിച്ചിട്ടില്ല. അതുപോലെ ഒരു കുഞ്ഞുകൂടി എത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ലൈഫ്, അതായത് ഒരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ അത് വേറൊരു ലൈഫാണ്. അവരോട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും നമ്മള് ആദ്യം കൂട്ടുകാരന്മാരപ്പം മാത്രം നടന്നിരുന്ന ഒരു ലൈഫ് ഉണ്ടാവില്ലേ ഫസ്റ്റ്. പിന്നെ അപ്പൊ അങ്ങനെ ആൾക്കാർ പറയും പെണ്ണെട്ടി കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞോടാ, ഇനി ഒരു രസം ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയാണ്. കല്യാണം കഴിഞ്ഞാലുള്ള ലൈഫ് വേറൊരു ലെവലാണ്. നമ്മൾ പാർക്കിൽ പോകുമ്പോഴും അവരെ കളിപ്പിച്ചിട്ട് കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കുപ്പിയിലാക്കി കൊണ്ടുപോകണം. ഇടക്ക് കൊടുക്കേണ്ടി വരും. ആ വിരകി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അല്ലേ, അത് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു ഫാദർ ആവുമ്പോൾ
ലൈഫ് വേറൊരു ലെവലിലേക്ക് ചേഞ്ച് ആവും. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും. പിന്നെ നമ്മൾ എങ്ങോട്ടേലും പോയി തിരിച്ചു വരുമ്പോൾ ഓടി വരാ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികൾ വാതിൽ തുറന്ന് ഓടി വരും, മുട്ടായി ഉണ്ടോയെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഇതാക്കാൻ നമുക്ക് മറ്റേത് വീട്ടിൽ നിൽക്കാനേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും. എപ്പോഴും ഫുള്ള് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ അതിന് ശേഷമാണ് വീട്ടിലൊക്കെ കുറച്ചു നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ വീട്ടിലാണെന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നണില്ല എന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും. അപ്പം ഉത്തരങ്ങൾ പറഞ്ഞാൽ മതിയേ. ഫെയിം ആയപ്പോൾ വന്ന ഒരു ശീലം നിങ്ങൾക്ക്, അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയപ്പോൾ സെലിബ്രിറ്റി ആയപ്പോൾ മാറി വന്നപ്പോൾ നിങ്ങൾക്ക് വന്നൊരു ശീലം എന്താണ്? ഞങ്ങൾക്ക് ഡ്രസ്സ് ഞങ്ങൾക്ക് പറയും പോലെ കുറെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടൽ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഒരു ട്രൗസറും ഒരു ടീഷർട്ട് ഇട്ട് ഞങ്ങള് ഒരേ യൂണിഫോം ആയിരുന്നല്ലോ അന്ന് അരിഗോഡൗണില്. അതിട്ടിട്ടാണ് ഞങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്തത്. കാരണം ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് തന്നെ ഇട്ടിട്ട് ചെയ്യും. ഡ്രസ്സ്, ഷൂ അങ്ങനത്തെ ഒക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അവർ തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരോ വീഡിയോകളിലും അല്ലെങ്കിൽ ഓരോരോ ഉദ്ഘാടനത്തിന് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അടുത്തത് ഡ്രസ്സ് എന്നാണ് ഇപ്പൊ ആലോചിക്കുന്നതല്ലേ. എനിക്ക് രണ്ടാൾക്കും കുറച്ച് റിസ്ക് ആണ്. എനിക്കാണ്, അതുകൊണ്ട് അതെല്ലാം ഞാൻ എടുക്കുന്നത്. കണ്ടന്റ് കണ്ടുപിടിക്കാൻ കഷ്ടപ്പെട്ട ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അതായത് ഒരു കണ്ടന്റ് കുറച്ചായി പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി കുറെ എഫേർട്ട് ഇട്ട ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നോ? ഒത്തിരി ടൈം എടുത്ത് കണ്ടന്റ് കിട്ടാതെ വരുമ്പോ ഞങ്ങള് ഞാനും ഇവനും കൂടിയിട്ടാണ് ഇത് ആലോചിക്കുക. ഇപ്പൊ ഇന്റെ വീഡിയോയില് ഇന്റെ അക്കൗണ്ടിൽ വീഡിയോ ഇടണമെങ്കിൽ ഞാൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം. അതില് ചെറിയ ലാസ്റ്റത്തെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യും. അതേപോലെ ഇവന്റെ വീഡിയോ ഇടണമെങ്കിൽ അതിന്റെ കണ്ടന്റ് ഇവൻ കണ്ടുപിടിക്കണം. ഓ, അങ്ങനെ നിങ്ങൾക്കുള്ളിൽ തന്നെ ഒരു റൂൾസ് ഒക്കെ ഉണ്ട്. എന്റെ പേജിലാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. കണ്ടന്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഇവനക്ക് വേണ്ടാന്ന് തോന്നുന്ന സാധനങ്ങൾ ഇവന് എനിക്ക് തരും. എനിക്ക് വേണ്ടാന്ന് തോന്നുന്ന ഇവന് സംഭവങ്ങൾ തന്നെ അഭിനയിക്കുക. ഇപ്പൊ ഇവന്റെ ഇതിൽ ഇട്ടാ റീച്ച് ആവാത്ത കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ പറയും അന്റെ വേണമെങ്കിൽ ഇട്ടോ, അല്ലെ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല അനക്കിട്ട കേറും. അങ്ങനെ രണ്ടിലും ചിലപ്പോ വേറെ വേറെ സംഭവം ഒരേ ഫോളോവേഴ്സ് തന്നെയാണ്. എന്നാലും ചില വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് ആൾക്കാർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും, അത് മാറ്റം വരും. അങ്ങനെ മാറ്റാറുണ്ട്. ഹംസപ്പ ഇപ്പൊ കണ്ടന്റിൽ എന്തെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ടോ, അല്ലെങ്കിൽ സ്പോട്ടിൽ ഇടാറുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ആലോചിക്കേണ്ട ഒരു ഗതി വന്നില്ല. വിലണ്ടാവുകൊണ്ട് അത് അവരെന്നെ തയ്യാറാക്കിയിട്ട് നമ്മളെ വിളിക്കും. ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നല്ലേ. അടുത്ത് ഏതെങ്കിലും ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ നിങ്ങൾ തന്നെ ചിരിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റേക്ക് കുറേ എടുത്ത് നിങ്ങൾക്ക് തന്നെ അത് കോമഡി ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഈ എഡിറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് തന്നെ കണ്ടുപേർക്കും. ഞങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ വലിയ രസം തോന്നില്ല. അത് ചിലപ്പോ സിനിമക്കാരതൊക്കെ അങ്ങനെ തന്നെ കാര്യം അതിന്റെ ഡയറക്ടർമാര് എഡിറ്റർമാരൊക്കെ ആ ഒരു ഫീല് നിങ്ങൾക്ക് കണ്ടങ്ങ് പോകുന്ന. ചെയ്തപ്പോ ഏതെങ്കിലും ടേക്ക് കൂടുതൽ വന്നിട്ടുണ്ടോ? ചെയ്തോണ്ടിരുന്നു അപ്പൊ നിങ്ങളായിട്ട്? ഹംസപ്പാക്ക് ഇടക്ക് വരും, എനിക്ക് വരും. ഹംസപ്പ ഞങ്ങൾ ക്യാമറ ഓൺ ആക്കിയാണ് വെക്കുക കാര്യം ഹംസപ്പാന്റെ മുഖത്തേക്ക്. എന്നിട്ട് ഹംസപ്പ പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങും. അങ്ങനെ ഒരു കൊറേ ചെയ്ത് കഴിഞ്ഞാല് ലാസ്റ്റത്തെ ഭാഗം റെഡി ആവും. എന്നിട്ട് ക്യാമറ ഓഫ് ആക്കുക. അല്ല, ക്യാമറ ഓഫ് ആക്കിയിട്ട് പിന്നെ റെഡി ആവുമ്പോ ഇയാൾക്ക് ടെൻഷനാണ്. ഇയാൾക്ക് എങ്ങനെ അറിയാം, നമ്മൾ ഈ ഉള്ളേരിന്ന് കാട്ടുമുക്കിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ടൗണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാലേ ആൾക്കാർ കാണുമ്പോ ഭയങ്കര ടെൻഷനാണ്. ഞങ്ങൾക്ക് അത് ആദ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ കൊറേ മാറി വന്നതാണ്. ഇപ്പൊ എവിടെ നിന്നാലും റെഡിയാണ്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെഡി അല്ലേ ഹംസപ്പ? പിന്നെ ക്യാമറയുടെ അടുത്ത് നിൽക്കുമ്പോ നമുക്ക് വർത്താനത്തിൽ ഇതുണ്ടാവും. ശരിക്കും ഈ അഭിനയിക്കാൻ അല്ലെങ്കിൽ ഇപ്പം അഭിനയിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ചിന്തിച്ചിട്ടുള്ള ഒരാളായിരുന്നോ? അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ചിന്ത ഞാൻ 1.5 വർഷമായിട്ടുള്ളൂ അവരെ കൂടെ കൂടിയിട്ട്. അതിന് മുന്നേ ഒരു ചിന്തയില്ല. ഇപ്പൊ ഒരു കണ്ടന്റ് ഇപ്പൊ തന്നെ കോളാബറേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ അക്കൗണ്ട് ഒന്ന് മോളാണ് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാ. അങ്ങനെ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പൊ അറിയാം. ഇപ്പൊ എല്ലാം പഠിച്ചു. ഒക്കെ റെഡി ആയി കൊടുത്തത് ഇൻസ്റ്റഗ്രാം പേജൊക്കെ തുടങ്ങിയത് മോളാണ് എടുത്തുകൊടുത്തത്. അത്രയും സപ്പോർട്ടാണ്. നിങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയുള്ള ആളാരാണ്? കണ്ടന്റിന് വേണ്ടി ഫുൾ ഡെഡിക്കേഷൻ, ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത വന്നു ഫറൂഖയാണെന്ന്. എങ്ങനെയാണ് മുനീർക്ക? അതായത് ഓന് ഇപ്പൊ ഞങ്ങള് ചോദ്യം ചോദിച്ചപ്പോ തന്നെ കണ്ടില്ലേ കുറെ ആലോചിക്കണത്, അതേമാതിരി തന്നെയാണ് ഓന്. അതായത് ഇപ്പൊ ഒരു കണ്ടന്റിന് വേണേ ഓനെ അങ്ങനെ ആലോചിച്ചിട്ട് അധികം ഇന്നെക്കാട്ടിലും ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുമെങ്കിലും ഇന്നെക്കാട്ടിലും കൂടുതൽ ആലോചിക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഫാറൂഖാണ് ആലോചിക്കുന്നത്. അതില് കൂട്ടിച്ചേരലൊക്കെ വേറെ വരും, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ
ആലോചിച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഫാറൂഖ് തന്നെയാണ് എല്ലാത്തിലും. ചിലപ്പോ ബൈക്കുമൊക്കെ ചിലപ്പോ അവര് ആലോചന കൂടുതലുള്ള ആളാണ്. ഞങ്ങള് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളെ കാണൂല ബൈക്കുമൊക്കെ പോകുമ്പോ ഇങ്ങനെ എപ്പോഴും ആലോചിച്ച് അങ്ങനെ സ്ഥലമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ? അല്ല ഞങ്ങള് പിന്നെ സ്ഥലത്ത് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുക, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇവൻ വീട്ടിൽ നിന്ന് പറയുന്നത് ബൈക്ക് പോയി ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. മറന്നു പോവാ. ഒരു ദിവസം പോയി ഒരു ദിവസം ഞങ്ങൾ മുന്നിൽ കൂടി പോയിട്ട് ആളെ എവിടെ നിന്നില്ല നമുക്കറിയില്ല. വിളിച്ചൊക്കെ പറ അന്ന് കയറി ഞാൻ ഇവിടെ എത്തിക്കണു സ്ഥലത്ത് ഇവിടെ ഉണ്ട് കയറി. അപ്പൊ ഞങ്ങൾ മുന്നിൽ കൂടെ പോയിട്ടുണ്ടാകുക. അന്ന് വീഡിയോ റെഡിയാണ്, പക്ഷെ അതില് ചിലപ്പോ ലാസ്റ്റ് ക്ലൈമാക്സ് ഇപ്പൊ എന്താ ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് പോവാ. എന്നിട്ട് എന്താ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിട്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവരെ മുന്നിൽ കൂടിയാണ് പോകുമ്പോ പോലും ഇടാ എന്ന് വിളിച്ചു. അതില് വരും വരും. ഒരാവശ്യത്തിന് പെട്ടെന്ന് എത്തുന്ന ആളാരായിരിക്കും? എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം എത്തുന്നത്? എല്ലാരും സ്പോട്ടിൽ തന്നെ, എല്ലാ ഫ്രണ്ട്സും എല്ലാരും അങ്ങനെയാണ്. മലപ്പുറംകാർ അങ്ങനെയാണ്. കമന്റ്സ് വായിച്ച് ചിരിക്കുന്നത് അല്ലെങ്കിൽ കമന്റ്സ് വായിച്ച് ഫീൽ ആവുന്നത് ആർക്കായിരിക്കും? ചിരിക്കലുണ്ട്. കമന്റ്സ് ഞാന് എന്താ കമന്റ്സിന്ന് എനിക്ക് ഒരുപാട് കണ്ടന്റുകൾ കിട്ടലുണ്ട്. അതാവുമ്പോൾ പിന്നെ ആൾക്കാർ കോപ്പി എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് എന്താ കമന്റ് ഇരുന്ന് വായിക്കും. ചില കമന്റ് ഒക്കെ വായിച്ച് ചിലത് തെറി കമന്റിലും രസമല്ല ഉണ്ടാവും. ഇന്ത്യയിലല്ല കേട്ടോ, വേറെ ആളയില് എന്താ ഇനി വേറൊരു റീൽസ് കാണുകയാണെങ്കിലും ആ വീഡിയോ രസം ഉണ്ടെങ്കിൽ അതിന് കമന്റ് വായിച്ച് ചിരിക്കാൻ ഞങ്ങൾക്ക് പറയും. അപ്പൊ കമന്റ്സ് വായിച്ച് ചിരിക്കുന്ന ഒരാളാണ് ഫറൂഖ്. എല്ലാ കമന്റ്സും വിടാതെ വായിക്കാറുണ്ടല്ലേ? റെസ്പോൺസ് ഒക്കെ കൊടുക്കാറുണ്ടോ കമന്റ്സിനോ? ചിലതിനൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിന് എന്താ ഒരു നെഗറ്റീവിന്റെ ഒരു കാലാണല്ലോ. ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നെഗറ്റീവ്. ഞങ്ങളെ കാര്യമല്ല കേട്ടോ, ഒരു പൊതുവെ ഞാൻ വേറൊരാളെ നല്ലൊരു കാര്യം പറയണ ഒരാളെ വീഡിയോയില് കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാല് അതില് തെറി അറിയാം, അല്ലെങ്കിൽ അതിനൊരു കുറ്റം കണ്ടെത്തുക. അപ്പൊ ഇനിയിപ്പോ കോമഡി വേണ്ട, ഒരു വീടിന്റെ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഓനൊക്കെ ഇപ്പൊ ഭയങ്കര പൈസക്കാരനായി. അതാ ഇപ്പൊ മലപ്പുറത്ത് ഒരു ഹൗസ് ഫാമിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ. അവിടെ ആകെ ബ്ലോക്കായിട്ട് ജനങ്ങളെ ഇടങ്ങാറാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ടീം കുറെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തല്ലോ. ഒരു ടീം ഇവനക്ക് പൈസ വല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ, അങ്ങനെ എന്താ കുറെ ടീം. അതേമാതിരി ഒരു പുതിയൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാല് അതിന് ആദ്യം നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്കാണ് കൂടുതൽ വ്യൂസ്. അപ്പൊ അതിന് വേണ്ടിട്ട് വെറുതെ നെഗറ്റീവ് പറയാം. ഇപ്പൊ എന്താ ഇപ്പൊ ഞങ്ങള് ഫ്രഷ് കണ്ടന്റ് ഇട്ടാലും കോപ്പി എന്ന് പറയും ചില ആൾക്കാര്. ഇപ്പൊ ഞാനും എന്താ തീരുമാനിച്ചിരിക്കണ അപ്പൊ എന്താ ഏതേലൊക്കെ കോപ്പി ഇടയില് തുടങ്ങി. ഏതായാലും ഇവര് നെഗറ്റീവ് അപ്പൊ ഞാൻ ഒരു കോപ്പി വീഡിയോ ഇട്ടപ്പോ എനിക്ക് നല്ല റീച്ചും കിട്ടി. കുറെ ആൾക്കാർ കോപ്പി എന്ന് പറയാനേലും ഒരു കമന്റിൽ വന്നല്ലോ. കമന്റ് ചെയ്യണതിനനുസരിച്ചിട്ട് നമ്മള് വീഡിയോ റീച്ച് കൂടും. അങ്ങനെ നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഫ്രഷുകൾ നല്ലോണം ഇട്ടിട്ട് ഇവര് ചിലതിന് സപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 കോപ്പി വീഡിയോ ഇടും. അപ്പൊ എടാ നീ അവന്റെ കോപ്പി അടിച്ചില്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ മില്യൺ വ്യൂസ് ആണ്. അപ്പൊ ആത്മാർത്ഥതൊക്കെ കമ്മിയായി. ഇനി ഞാൻ കുറച്ച് കോപ്പി വീഡിയോ ഇടാനോ തുടങ്ങിക്കാണ്. ഇപ്പൊ ഒന്ന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അതെ, എന്താണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ നെഗറ്റീവ് ആയതുകൊണ്ട് ആത്മാർത്ഥതയൊക്കെ കുറഞ്ഞു വരുന്നതാണ് ഫറൂഖ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ സ്റ്റാർസ് നിങ്ങളെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പം ഫിലിംസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫിലിം ഓഫേഴ്സോ അല്ലെങ്കിൽ ഫിലിം എന്തെങ്കിലുമൊക്കെ കോൾസോ കാര്യങ്ങളോ വന്നായിരുന്നോ? വന്നിട്ട് കോള് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ ഒന്നിക്കും ഞങ്ങൾക്കൊരു നല്ലതെന്ന് തോന്നിക്ക് മാത്രമേ ഞങ്ങൾ പോകുള്ളൂ എന്ന് എഴുതിയിട്ടാണ്. മറ്റേ ഒരു ആവറേജ് ഇതിക്ക് അങ്ങനെ പോലെ ഇതായിട്ട് കാണില്ല. നമ്മള് വരുമ്പോ ഒരു നല്ലൊരു രീതിയിൽ വരണം എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും ഒരുപാട് പടങ്ങളെ ഇറങ്ങുന്നുണ്ട്. എന്താ പറയാ, കൂടുതൽ ആക്ടേഴ്സിനൊന്നും വെക്കാതെ ഇപ്പൊ നമുക്ക് ഒരു ഭാഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ആക്ടേഴ്സിന്റെ ഇടയിൽ ഒരു ചെറിയ റോള് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അധികം ആൾക്കാർ വിളിക്കണം എന്താരോ, ഡയറക്ടർമാരും പുതിയതാക്കാരം, ആക്ടേഴ്സുകളും പുതിയതാക്കാരം. ഇപ്പൊ നല്ല പടങ്ങൾക്ക് തന്നെ നെഗറ്റീവ് വരുന്ന കാലത്ത് നമ്മള് വെറുതെ കുറെ 1 മാസം 2 മാസം വെറുതെ ഷൂട്ടിന് പോവാണ്. അതില് നമുക്ക് ആ സമയത്ത് ഇവിടെ കുറെ പ്രൊമോഷൻസും കാര്യങ്ങളും വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മളത് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പൊ ഇപ്പൊ ഞാന് ഇതേപോലെ ആരും അറിയാത്ത ഒരു പടത്തില് ചെറിയൊരു സീൻ അഭിനയിച്ചു പോകുന്നു. ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാലും മാനക്കേടാണ്. കാരണം വെറുതെ 3 ദിവസമൊക്കെ വന്ന് പോവാണ്. നല്ല പടങ്ങൾ തന്നെ ഇപ്പൊ ഏറി വന്ന 1-2 ആഴ്ചയാണ് ഇപ്പൊ ഓടുന്നത്. അവർക്ക് അതിനുള്ള കളക്ഷൻസ് അതിൽ കിട്ടുന്നുണ്ട്, പിന്നെ OTTക്ക് കൊടുക്കുകയാണ്. അപ്പോ തീരെ ആരും അറിയാത്ത നടന്മാരൊക്കെ പടങ്ങൾ വന്നു കഴിഞ്ഞാല് 3 ദിവസം 2 ദിവസമൊക്കെ
പേരിനിട്ടിട്ട് ഒഴിവാക്കും. അതിനു വേണ്ടിട്ട് നമ്മള് 2 മാസം 3 മാസമൊക്കെ വെറുതെ എഫക്ട് എടുക്കുകയാണ്. ഞങ്ങള് മാസ് പടങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് ഫറൂഖ്. അങ്ങനെ പറയാല്ലേ, അതായിട്ടില്ല. ഞാൻ ട്രോളാവും. അത് നീ ഒന്ന് ചെയ്ത് കാണിക്കുക അങ്ങനെ പറയും. അതെന്തിട്ടാലും ഇപ്പൊ അങ്ങനെയാണ് കമന്റ് ബോക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ബോധർ ചെയ്യുന്നേ ഇല്ലല്ലേ. അതല്ല, സ്വന്തമായിട്ട് അഭിമാനം തോന്നിയൊരു നിമിഷം ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫറൂഖ്? അതായത് ഇപ്പം സ്ട്രഗിളിൽ നിന്ന് പിന്നീട് ഇപ്പം എന്താ പറയുക ഈ കാര്യങ്ങളെല്ലാം നേടിയെടുത്തു, അപ്പൊ സ്വന്തമായിട്ടൊരു അഭിമാനം തോന്നിയൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ? അങ്ങനെ ഞങ്ങള് കാറ് വാങ്ങിയത് ഞങ്ങൾക്ക് അഭിമാനമായ കാര്യമാണ്. കാരണം ഞങ്ങള് ഇനാഗുറേഷനൊക്കെ പോയിരുന്നത് സ്കൂട്ടിയില്ലേ, സ്കൂട്ടി വേണം ഞങ്ങൾ ഇനാഗുറേഷനൊക്കെ പോയിരുന്നത് ആ ഒരു സമയത്ത്. ഇപ്പോഴാണ് കാറ് വാങ്ങിയത്, അധികമായിട്ടൊന്നുമില്ല, ഒരു കൊല്ലൊക്കെ. എന്നിട്ട് അവർക്ക് ഇനി മോശം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഞങ്ങള് ഏകദേശം അതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വിളിക്കും. ഞങ്ങള് സ്കൂട്ടിമേണ് വരുന്നത് എന്താ പറയും, നിങ്ങൾക്ക് കാറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുന്നോളിയും, ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ മാസമായിട്ട് ഇറങ്ങി വരാറയും. എന്നിട്ട് അവര് ബെൻസൊക്കെ എടുത്ത് വരും. അതായത് ഇവിടുന്ന് ഞങ്ങള് കോഴിക്കോട് പരിപാടിക്കടക്കം സ്കൂട്ടിമേ പോയിട്ടുണ്ട്, കോഴിക്കോട്. അങ്ങനെ പക്ഷെ ഞങ്ങൾ അന്നും എന്താ ഞങ്ങൾക്ക് അത്യാവശ്യം ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്ന് രക്ഷപ്പെട്ട് വരാൻ കുറെ ടൈം എടുക്കും. നമുക്ക് ഇതില് കുറച്ച് ലൈക്കും കാര്യങ്ങളും കിട്ടിയാലൊന്നും പൈസ വരവൊന്നും തുടങ്ങൂല, കുറേ കഴിയണം. അപ്പൊ ഞങ്ങൾ അരികോടോണില് എന്താ 5 വർഷമായിട്ട് ഈ അന്ന് 8 ലക്ഷം ഫോളോവേഴ്സ് ടിക്ടോക്കിലുണ്ട്. അന്ന് ഞങ്ങൾക്ക് ഒരു വരുമാനമില്ല. അപ്പോഴും ഞങ്ങൾ ഈ ചാക്കേറ്റിങ് കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വിചാരം ഞങ്ങൾ വെറുതെ സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി പണിയെടുക്കാണ്, ഞങ്ങൾക്ക് ജോലി വേറെ എന്തൊക്കെയാണെന്നാണ് വിചാരം. അന്നും ഞങ്ങൾ എപ്പോഴേലും കിട്ടണ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ട് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് മെയിൻ. അപ്പം ഇതിനിടയ്ക്കാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ വന്ന സമയത്ത് ആദ്യം ലാലാ മലപ്പുറം നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷമാണ് അവർ സെപ്പറേറ്റ് ഒരു ചാനലിലേക്ക് പോകുന്നതും. അതിനുശേഷം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ നിങ്ങളെ രണ്ടായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ. അപ്പം ശരിക്കും ആ ഒരു കാര്യത്തിൽ എന്താ? ഞങ്ങൾ തന്നെയാണ് അവരോട് പറഞ്ഞത്, എന്താ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഞങ്ങൾ എന്താ ഏകദേശം കുറച്ച് കാലം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ ഓന് പുതിയത് വന്ന ഒരാളാണ്. ഇപ്പം അംസപ്പനോട് ഞാൻ പറയലുണ്ട്, അംസപ്പ പുതിയ ചാനൽ തുടങ്ങിക്കോ. അങ്ങനെയാണ് അംസപ്പ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പഴയ ആൾക്കാർ ഇങ്ങനെ അടിക്ക് പോകുമ്പോൾ മറ്റേ ആളെ ഭാവിയും കൂടി അതിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോ വന്നിട്ട് ടിക്ടോക്കുള്ള മുതൽ ഞങ്ങൾ വന്ന ആൾക്കാരാണ്. അത്യാവശ്യം കുറെ കൊല്ലായി. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വന്നു കഴിഞ്ഞാല് ആളും അതേ ലെവലിലേ പോകുള്ളൂ. പിന്നെ അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ കുറെ കണ്ടു കഴിഞ്ഞാൽ കണ്ട് മടുപ്പ് തുടങ്ങും. അപ്പൊ മടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ ഔട്ടാവണ്ടെന്ന് കരുതിയിട്ട് എന്താ ഇവനിടക്ക് ആ എന്താ കുഞ്ഞാപ്പു എന്ന് പറയുന്ന എൻ്റെ ഇപ്പം വീഡിയോ ചെയ്യലുണ്ട്, ആ നസീർ എന്ന പേര്. അവനിപ്പോൾ വീഡിയോ ചെയ്യലുണ്ട്. അപ്പോൾ അവൻ്റെ ഇപ്പം ചെയ്യുമ്പോൾ റീച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇജ്ജും എന്താ ഒറ്റക്ക് തുടങ്ങാൻ നോക്കേ, എങ്ങനെയും രക്ഷപ്പെടും. ഞങ്ങളിപ്പോ വരുമ്പോഴും നസീറിനൊപ്പം ചെയ്യേണ്ട വീഡിയോ പ്രൊമോഷൻ ആയിട്ടും കാര്യങ്ങളായിട്ടും. പിന്നെ ഓർക്ക് ഇങ്ങനെ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് പോയി ചെയ്യൽ തുടങ്ങി. അപ്പൊ ഓന് ഇടക്കൊക്കെ എന്താ ഓലപ്പോ അങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ പോകുമ്പോൾ എന്താ അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടപ്പോ ഞാനും ഇവനൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോ, എന്താ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോ. ഇപ്പൊ ഞങ്ങളെ മുതലാളി എന്താ അരികോടോൺ എന്ന് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോ, ഇവിടെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് തളർത്തിയെന്ന് പറയതേ, നിങ്ങൾക്ക് ഭാവി ഉണ്ടാവും. ചിലപ്പോ ഒരു മാസത്തിനൊക്കെ ഒന്ന് ഇറങ്ങി നോക്കേ. 1 മാസം ലീവ് വന്നു ഞങ്ങൾക്ക് 1 മാസം ലീവ് വന്നു. ഇങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ തിരിച്ചു വന്നു പറഞ്ഞിട്ട്. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ദുബായിക്ക് ഒരു ഓഫർ കിട്ടി. അവിടെ എന്താ അജ്മാനി പറഞ്ഞ സ്ഥലത്ത് സ്റ്റേജ് പരിപാടി അങ്ങനത്തെ കുറച്ചൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നു. അതേപോലെ നമ്മളെ കീഴില് എത്ര നിന്നാലും ആരും കേറൂല, മുന്നേറി പോവില്ല. പിന്നെ കുറെ ആൾക്കാരുണ്ടായിഞ്ഞാല് നമുക്ക് അതിന് എന്താ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ ചെറുതാവും. ഇപ്പൊ ഓനും രക്ഷപ്പെട്ടു, ഞങ്ങളും രക്ഷപ്പെട്ടു. ഇപ്പൊ എന്താ ഓന്റെ ഇപ്പൊ കുഞ്ഞാപ്പുണ്ടെന്ന് കൂട്ടിക്കോ, ഓന് 4 ആൾക്ക് വീതിക്കാൻ മാത്രം ഒന്നും കിട്ടൂല. ഇപ്പൊ ഓനക്ക് വേറെയും ഞങ്ങൾക്ക് വേറെയും കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പരസ്യത്തിനാണെങ്കിലും ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുതലാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യണത്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കമന്റ് ബോക്സിലാണെങ്കിലും ഇപ്പൊ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നു. തുടങ്ങിയ കാലത്ത് ശ്രദ്ധിച്ചവർക്കറിയാം നിങ്ങളായിരുന്നു ആ കണ്ടന്റുകൾ കൊണ്ടുവന്നതും ആ ഒരു ശൈലിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പം ഈ ഒരു ലാലാ മലപ്പുറം ചാനൽ ഹിറ്റായതിനു ശേഷം അവർ ചെയ്യുന്ന കണ്ടന്റുകൾ അവരുടേത് നിങ്ങൾ എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ബോക്സ്. അതുകൊണ്ട് ഞങ്ങൾ എന്താ വേഷം തന്നെ എടുത്ത് വലിച്ചേർന്നില്ലേ. മറ്റേ ആ ജുബ്ബ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്നു, അതെടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ ആ ജുബ്ബ ഇട്ടിട്ട് ഞങ്ങൾ ഈ അടിന്റേത് അങ്ങനത്തെ ഒക്കെ ടിക്ടോക്ക് മുതലേ ചെയ്തു വന്നിരുന്ന വീഡിയോസ് ആണ്. ഇതിപ്പോ പറഞ്ഞാല് ഇപ്പോ അന്നത്തെ ആൾക്കാരാവില്ല ഇന്ന് ചിലപ്പോ വീഡിയോ കാണുന്ന ആൾക്കാർ, ഓൽക്കറിയില്ല ഞങ്ങൾ അന്ന് എന്താ ചെയ്തിരുന്നുള്ളത്. എല്ലാരും ഇപ്പോഴൊക്കെ ചിലപ്പോ ശ്രദ്ധിക്കുന്നുണ്ടാവും. എല്ലാരും ഇപ്പോ അന്ന് മുതലേ ഞങ്ങളെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളൊന്നും ആവില്ല എല്ലാരും.
പോണ്ടിയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും പുതിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും, ചില കുട്ടികളും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഓലതിൽ നോക്കുമ്പോ ഓനാണ് അത് ഫസ്റ്റ് ചെയ്തത്. ആവേശം സിനിമയിലേ എന്താ ഫഹദ് ഫാസില് വേറൊരാളെ വേഷാണ്, കോസ്റ്റ്യൂമാണെന്ന് പറയുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അയാളുടെ അയാളെ സങ്കടം പറയില്ലേ, എന്റെ കോസ്റ്റ്യൂമാണ് അവനെടുത്ത്, എന്നിട്ട് എന്റെ കോസ്റ്റ്യൂം താടാറുണ്ട്, ലാസ്റ്റ് അവസാനം കോസ്റ്റ്യൂം വലിച്ചു പറഞ്ഞിട്ട് ആ അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായത്. അതുപോലൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി ഉണ്ട്. ലാലാ മലപ്പുറത്തിന്റെ ആ ക്യാരക്ടർ നെയിംസ് കൊടുത്ത ആള് നമ്മുടെ ഫറൂഖയാണ്. അപ്പം ആ സ്റ്റോറി എങ്ങനെയായിരുന്നു? ആ ഒരു അവരിപ്പോഴും അറിയപ്പെടുന്ന ആ ഒരു പേര് ക്യാരക്ടർ അത് വേറൊരു ഇന്റർവ്യൂല് ഞങ്ങൾ പറഞ്ഞതായിരുന്നു. അത് മനസ്സിനക്കരയില് കൊമ്പനക്കാട് മാത്തുക്കുട്ടിച്ചായ എന്നുള്ള അത് പ്രേം നസീറിനെയാണ് അവർ അതിൽ ഉദ്ദേശിച്ചത്, ഷീലാമ്മ വിളിക്കുന്നത്. എപ്പോഴും ആ പടത്തില് പറയും കൊമ്പനക്കാട് മാത്തുക്കുട്ടിച്ചായ, അത് കൊമ്പങ്കാട് കോയാന്ന് ആക്കിയതാണ്. അതെ, ആ പേര് കൊടുത്തത് നമ്മുടെ ഫറൂഖ ആയിരുന്നു അല്ലേ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞപ്പോഴാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഇപ്പം അതിനെ നിങ്ങൾ നേരിടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അപ്രോച്ചോട് കൂടിയാണ്. കാരണം ഇപ്പം അടി ഉണ്ടാക്കേണ്ടതാണെങ്കിൽ പോലും ഒതുങ്ങിപ്പോകുന്നത്, താഴേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പോലും വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അത് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? എങ്ങനെയാണ്? ഞങ്ങൾ വളർന്നു വന്ന രീതി അങ്ങനെയാണ്. ഇപ്പോഴാണ് ഈ വീഡിയോ ഉള്ളതും വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് 4 ആൾക്കാർ ഞങ്ങൾ അറിയണം. അതിന് മുന്നേ ഞങ്ങൾ 2 ആളെയും ഞങ്ങൾ എല്ലാവരും കേട്ടോ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞാല് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു പരിപാടിക്ക് കൂടി കൂടാത്ത ഒരാൾക്കാരാണ്. ഞാനും ഫാറൂഖ് ഒപ്പം അല്ല പഠിച്ചതെങ്കിലും ഞാനിതുവരെ ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഞാനിതുവരെ ഒരു പരിപാടിക്കും സ്കൂളിലോ കോളേജിലോ ഒന്നിലൊരു പരിപാടിക്കും പോയിട്ടില്ല. ഇവനും അതേമാതിരി തന്നെയാണ്, ഒരു പരിപാടിക്കും ഞങ്ങൾ ഇതായിട്ടില്ല. കലാപരിപാടി കേട്ടോ അങ്ങനെ. അപ്പൊ ഞങ്ങൾ എന്തിലും ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഇനിയിപ്പോ കടയിലാണെങ്കിലും ഇപ്പൊ കടയിലൊക്കെ ഞങ്ങൾക്ക് അത്രയും റിസ്ക് ഉള്ള പണി വന്നാലും ഞങ്ങളൊന്നും ഉണ്ടാതെ, അതായത് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഒരു 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി 6:30 വരെ വർക്ക് ഉണ്ടാവും. അത് അത് എൻജോയ്മെന്റ് ആയി കണ്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിനൊരു പരാതി പറയാനോ ഒന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞാല് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും ഞങ്ങൾ പോണത്. ഈ സ്ട്രഗിൾസിനിടയ്ക്കും കണ്ടെത്തുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അപ്പം ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താണെന്ന് ചോദിക്കാൻ, എങ്ങനെയാണ് നിങ്ങൾ ആ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്? ഞങ്ങൾ സത്യത്തില് വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങള് ഈ അരികോടമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങൾ അരി ഇറക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുറച്ചു നേരം ഇറക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് കിട്ടും ഞങ്ങൾക്ക്. ആ 5 മിനിറ്റ് റെസ്റ്റിലാണ് ഞങ്ങൾ ശരിക്കും വീഡിയോ ചെയ്യുന്നത് ടിക്ടോക്കില്. അങ്ങനെ അത് പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കയറുക, ഒരാൾക്ക് ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്രയും എന്താ പറയാ, മനസ്സിന് അത്രയും വലിയ സുഖം. അത്രയും അതായത് ഞങ്ങൾ ആ വർക്ക് ചെയ്യുന്ന കാര്യം തന്നെ ഞങ്ങൾ മറന്നു. ഒരു യന്ത്രമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആ വീഡിയോയിലേക്കാണ് ഫുള്ള്. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അടുത്ത കണ്ടന്റ് എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിക്കുക ചെയ്യുക ഞങ്ങൾ. ആ ടൈം നമുക്ക് റെസ്റ്റ് കിട്ടുമ്പോൾ ആ റെസ്റ്റ് ഞങ്ങൾ ഉപയോഗിക്കാതെ ആ റെസ്റ്റിൽ ഞങ്ങൾ വീഡിയോ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. ഹംസപ്പ, അപ്പൊ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞല്ലോ, ഇപ്പം പ്രായം എത്രയാണെങ്കിലും ഇപ്പൊ കുട്ടികളുടെ ഉള്ളിലേക്കാണ് ഹംസപ്പ ഈ വീഡിയോസ് ആണെങ്കിലും തമാശയായിട്ടും കോമഡി ആയിട്ടും ഓരോ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ പുതിയ ഏതെങ്കിലും ഒക്കെ കണ്ടന്റ് എടുത്തു വെച്ചിരിക്കുവാണോ ഇനി വരാൻ വേണ്ടിയിട്ട്? അങ്ങനെ കണ്ടന്റ് എടുത്തിട്ടില്ല. കണ്ടന്റ് തന്നെ കണ്ടന്റ് ഉള്ളൂ. എന്തിനും റെഡിയാണ്, എന്തിനും റെഡിയാണ്. ഏത് വേഷം ഇടാനും. എന്താ ന്യൂ ജനറേഷൻ ഇപ്പൊ അന്ന് സുരേഷ് ഗോപി ഭാവന അവരൊക്കെ വന്ന പരിപാടിക്കൊക്കെ സാധാ മുണ്ടും ഷർട്ടും തന്നെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. അത് ആ വയറ് കാണിച്ച ആ ഡ്രസ്സ് ഞാൻ കൊടുത്തിരുന്നു. ഞാൻ രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് എടുത്താണ്. അതൊന്ന് എടുത്തോക്ക, ഒരു വെറൈറ്റി ആയിക്കോട്ടെ പറഞ്ഞിട്ട് അത് ഇട്ടിട്ടാ വന്ന്. ഏത് ഡ്രസ്സ് ഇടാൻ പറഞ്ഞാലും ഇടും. മടിയൊന്നുമില്ല. പിന്നെ എപ്പോഴും നാട്ടിലുണ്ടാവും. ഇപ്പൊ മുനീറിനെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. മുനീർ എപ്പോഴും ഫ്രണ്ട്സുകളുടെ കൂടെ ഊട്ടിയിലും ഇവിടേക്കും പോയിക്കൊണ്ട് എപ്പോഴും ട്രിപ്പിലാണ്. എന്താ ഇയാളെ എപ്പോ വിളിച്ചാലും റെഡിയാണ്. രാവിലെ 7 മണിക്ക് വിളിച്ചാലും റെഡിയാണ്, വൈകുന്നേരം വിളിച്ചാലും റെഡിയാണ്, എപ്പോഴും റെഡിയാണ്. അതുകൊണ്ടാണ് ഞങ്ങള് തമ്മിൽ എപ്പോഴും വീഡിയോസ് ഇടക്കിടക്ക് ഇറങ്ങണത്. അതെ, ഇപ്പൊ ഒരു ചൈന യാത്ര കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നതെന്ന് അറിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ചൈന യാത്ര? ചൈനയിൽ പോയിട്ട് ഓല് പറഞ്ഞ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് ഓൽക്കും മനസ്സിലാവില്ല. സാധാരണ നമ്മള് വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും എന്താ 1 2 3 എന്നുള്ളത് ഇംഗ്ലീഷിലോ അല്ലേ, അവിടെ അക്കങ്ങൾ പോലും എന്താ ചൈന ഭാഷയാണ്. ഇപ്പൊ നമുക്ക് കോഫി കാണാം, കോഫി എന്നൊക്കെ എവിടെ പറഞ്ഞാലും അറിയില്ലേ, അവിടെ കോഫി അല്ല, അതിന് വേറെന്തോ ഭാഷയാണ്. അവർക്ക് അവരെ ഭാഷ അല്ലാതെ വേറൊരു ഭാഷ അറിയില്ല. അപ്പൊ എങ്ങനെ നിങ്ങള് കോഫിയൊക്കെ മേടിച്ച് എങ്ങനെ ആയിരുന്നു? അവരെ എന്താ ട്രാൻസ്ഫർ ചെയ്യണ ഒരു സംഭവല്ലേ, അതില് ഗൂഗിൾ അവിടെ ഇല്ല, ഗൂഗിൾ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. അവരുടെ ആപ്പുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്.
എന്നിട്ട് അവര് അതില് ആണ് നിൽക്കും. എന്നിട്ട് നമ്മള് കോഫി എന്ന് പറയും. അപ്പൊ അവിടെ ഭാഷ വരും. ഓക്കെ. എന്നിട്ട് റേറ്റ് കോഫിയില് ഇങ്ങനെ നമുക്ക് കോഫി വേണ്ടെന്ന് പറയാറുണ്ട്. അതും ഓൽക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊറേ കഷ്ടപ്പെട്ട് ഏതേലൊക്കെ ഇത് എടുത്ത് പക്ഷെ സംഭവം അടിപൊളി നാടാണ് അല്ലേ. ദേഷ്യം എന്ന് പറയുന്ന ഒരു സാധനം അവർക്കില്ല. ഇനി ഞങ്ങള് പോയടുത്ത് മാത്രാണോന്ന് അറിയില്ല. ഞങ്ങള് കണ്ടോടത്ത് എല്ലാരും നമ്മളെ കണ്ടപ്പോ ഒന്ന് നിങ്ങളൊന്നും മിണ്ടിയില്ല ഇനി അതാണോ നമ്മളിപ്പോ ഒരു ഫോട്ടോ വീഡിയോ എടുക്കുകയാണെങ്കിലും ഓലെ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചോദിക്കും. അങ്ങനെ ടിക്ടോക്ക് ഉണ്ട് അവിടെ. അത് അവരുടെ നാട്ടിലത്തെ ടിക്ടോക്ക് ആയിട്ടല്ല, വേറൊരു ആപ്പാണ് അവിടെ. ടിക്ടോക്ക് നമ്മളിവിടെ ഉള്ളതാണ്. പക്ഷെ ടിക്ടോക്കിന്റെ ബദലായിട്ട് വേറൊരു ആപ്പ്. അതായത് അവിടെ ചൈനീസ് ആപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ടിക്ടോക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒക്കെ പോയി നോക്കിയോ? അവിടുന്ന് പോയി തുറന്നു. എങ്ങനെയുണ്ട്? ഇപ്പോൾ 8 ലക്ഷം ഫോളോവേഴ്സ് ഇങ്ങനെ കാണാൻ അങ്ങനെ നിൽക്കുവാണ് നല്ലേ. അപ്പോൾ എന്താണ് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഒരു അഡാർ യൂട്യൂബ് ചാനലായിട്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ സാധിക്കട്ടെ. ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.